ഹലോ, ഞാൻ ലിപിൻലി. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതായത് വൈറലാവാൻ വേണ്ടി ഷിംജിത എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ബസ്സിൽ കിടന്ന് കാട്ടിക്കൂട്ടിയ പരാക്രമം എല്ലാവരും അറിഞ്ഞൂല. അതിൻ്റെ പേരിലെന്താ ദീപക് എന്ന് പറഞ്ഞ ആളുടെ ജീവൻ പോയി. ഇനി ആളുടെ ജീവൻ പോയത് ഈ ഒരു വിഷയത്തിലാണെന്ന് എനിക്ക് തോന്നണില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല വീഡിയോസും കണ്ടപ്പോൾ അതിൽ വീഡിയോസിൽ പുള്ളിയുടെ അമ്മ പറയുന്നുണ്ട്, അതായത് 1-2 ദിവസങ്ങളായിട്ട് കടുത്ത മാനസിക സംഘർഷത്തിലാണ് പുള്ളി കടന്നുപോയത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മിക്കവാറും അപ്പോൾ ഈ ബസ്സിലത്തെ ഈ സംഭവം ഇതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവാൻ വഴിയില്ല. ചിലപ്പോൾ ഞാൻ പറയാം, വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ വീഴാണ്ടിരുന്ന് മാങ്ങയുമ്പോൾ കാറ്റ് കൊണ്ടപ്പോൾ വീണു എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് ഇവിടെ വന്നിട്ടുള്ളത്. എനിക്കങ്ങനെ തോന്നണത്. കാരണം ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ അതിൻ്റെ പേരിൽ തൂങ്ങി മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് ആളുടെ മണ്ടത്തരമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇന്ത്യയിലെ വൃത്തിയായിട്ട നിയമം അനുസരിച്ച് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പെണ്ണുങ്ങൾക്കാണ് അനുകൂലം എന്ന് പറയൂല. നിയമം പെണ്ണുങ്ങൾക്കാണ് അനുകൂലം. അതൊക്കെ എടുത്ത് കാട്ടിക്കളയേണ്ട കാലം പണ്ടേ അതിക്രമിച്ചു. കാരണം എന്ത് തന്തയില്ലായ്മ തരം കാട്ടിയാലും പെണ്ണുങ്ങൾക്ക് അനുകൂലം എന്ന് പറയുന്നത് അതിനെതിരെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പം ഞാൻ പറയാം, ഈ പുള്ളി ഇപ്പോൾ ഈ ബസ്സിൽ ഈ സംഭവം ഉണ്ടായില്ല, ഓൺ ദ സ്പോട്ടിൽ റിയാക്ട് ചെയ്യണമായിരുന്നു. അങ്ങനെയാണ് ഈ വീഡിയോയിലൊന്നും ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഇന്നത്തെ കാലത്ത് പലർക്കും റിയാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു പെണ്ണാണെന്നുള്ള അത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇന്ത്യയിലെ നിയമം സ്ത്രീകൾക്ക് അനുകൂലമാണെന്നുള്ള ആ ഒരു ഇതിൻ്റെ പേരിലാണ് ഓൺ ദ സ്പോട്ടിൽ ആരും പ്രതികരിച്ചാൽ ചിലപ്പോൾ തലവേദനയാവും, വയ്യാവലിയാവും എന്നുള്ള ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവും. കാരണം എൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ഒന്നും നോക്കില്ല. അതായത് ഇപ്പം ഈ ദീപക് എന്ന് പറഞ്ഞ ആളുടെ സ്ഥാനത്ത് ഞാനായിരുന്നില്ല, അവിടെ ബസ്സിൽ വെച്ച് അവളുടെ എല്ലാവരും ഞാൻ തീർത്തു കൊടുത്തേനെ. കാരണം അവളുടെ വിഷമം എല്ലാവരും ഞാൻ തീർത്തു കൊടുത്തേനെ. കാരണം അമ്മാതിരി തെണ്ടിത്തരം കാട്ടിക്കൂട്ടിയിട്ട് ആ ബസ്സിൽ പുള്ളി റിയാക്ട് ചെയ്താ അതായത് ബസ്സിൽ വെച്ച് ആ പുള്ളി ഈ സംഭവം അറിഞ്ഞു എന്ന് പോലും അറിയാൻ പാടില്ല. അതിൻ്റെ പേരിലാണ് പുള്ളി ജീവൻ ഒടുക്കിയത്. എന്തായാലും പുള്ളി കാട്ടിയ മണ്ടത്തരമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതിൻ്റെ പേരിലാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓൺ ദ സ്പോട്ടിൽ റിയാക്ട് ചെയ്യണം. ഇപ്പോൾ ബസ്സിൽ വെച്ച് ദീപക് എന്ന് പറഞ്ഞ ആളെ അറിഞ്ഞെങ്കിൽ, ഈ സംഭവം അറിഞ്ഞെങ്കിൽ ആൾക്ക് ചോദിക്കായിരുന്നു, ഞാൻ എങ്ങനെയാണ് തന്നെ ഉപദ്രവിച്ചതെന്ന് ചോദിച്ചെങ്കിൽ അവിടെ തീർന്നേനെ. അപ്പോൾ ആ പെണ്ണ് പറയും, താൻ എൻ്റെ മേത്ത് മുട്ടിയില്ല, അതാണ് ഇതാന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. പിന്നെ ഇവള് വീഡിയോ എടുത്ത് എന്തിട്ട് കാര്യം? ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവുള്ളേ, അത് ആ പയ്യൻ്റെ ആളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല, ഇത് ഇവള് മാത്രം ഫേക്ക് ചെയ്തുണ്ടാക്കിയ വീഡിയോ എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലേ. എന്തായാലും ഇതിൻ്റെ പേരിലൊക്കെ മരിച്ചു എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാണ് കാര്യം. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്തായാലും ചെയ്തതല്ല. ഇപ്പം ആ പെണ്ണിൻ്റെ ഉദ്ദേശം നടന്നു. പെണ്ണിപ്പോൾ മൊത്തം വൈറലായില്ലേ, ലോകം മൊത്തം അറിഞ്ഞില്ലേ. ഒരു കൊലപാതകിയുടെ സ്ഥാനത്തായില്ലേ പെണ്ണിപ്പോൾ. എന്താ ഇനി അതിനൊരു ജീവിതം ഉണ്ടോ? അതിന് ജീവിതം ഉണ്ടോന്നല്ല, അതിൻ്റെ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, ആ പെണ്ണിൻ്റെ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ഓരോന്നിടത്ത് വൈറലാവാൻ വേണ്ടി എന്ത് തെണ്ടിത്തരം കാട്ടിക്കൂട്ടുന്ന ഒരു നാരുകളില്ലേ, ഇതാണ് പറയണേ. എന്തായാലും പോയപ്പോൾ ആർക്കും പോയി, ആ ദീപക് എന്ന് പറഞ്ഞാൽ പുള്ളിക്കും പോയി, പുള്ളിയുടെ വീട്ടുകാർക്കും പോയി. ഇത്രയൊക്കെ ഉള്ളൂ പറയാം.